നാലുപാടും കടലിനാൽ ചുറ്റപ്പെട്ട നമ്മുടെ അയൽ രാജ്യത്തേക്കൊരു യാത്ര പോയാലോ? അതെ, ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആയ ശ്രീലങ്കയിലേക്ക്. കൃത്യമായി പ്ലാൻ ചെയ്താൽ ഒറ്റയ്ക്ക് പോയി വരാൻ പറ്റുന്ന രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്കയിലേക്ക് തിരുവനന്തപുരം, കൊച്ചി, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നവർക്ക് ചീപ്പസ്റ്റ് ഫ്ലൈറ്റുകൾ കിട്ടും. ശ്രീലങ്കയിലേക്ക് പുറപ്പെടും മുൻപ് അവിടുത്തെ ഭൂപ്രകൃതിയെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ടായാൽ യാത്ര കുറെ കൂടി ആയാസരഹിതമാകും. കൊളംബോയിൽ നിങ്ങൾക്ക് നാഷണൽ മ്യൂസിയം, പേട്ട ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, കൊളംബോ ലോട്ടസ് ടവർ, ഇൻഡിപെൻഡൻസ് ടവർ, കൊളംബോയിലെ റെഡ് മോസ്ക് എന്നിവയെല്ലാം സന്ദർശിക്കാം. ക്രിക്കറ്റ് താരങ്ങളായിരുന്ന കുമാര സംഗക്കാരെയും മഹേള ജയവർദ്ധനെയും നടത്തുന്ന മിനിസ്ട്രി ഓഫ് ക്രാബിൽ കയറി സീ ഫുഡ് രുചി നുണയാം. കൊളംബോയിൽ നിന്ന് മധ്യപ്രവിശ്യയായ കാൻഡിയിലേക്ക് പോകാം. ടാക്സിയും ബസ്സുകളും ട്രെയിനും ആശ്രയിക്കാം. 2.5 മണിക്കൂർ കൊണ്ട് കാൻഡിയിൽ എത്തും. കാൻഡി ശ്രീലങ്കയുടെ സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. കൾച്ചറൽ ഇവന്റുകളിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. കാൻഡി തടാകത്തിന്റെ ഓരത്തുകൂടി നടക്കാം. മതമൈത്രി കേന്ദ്രമായ അമ്പുലുവാവ ടവർ കാണാൻ പോകാം. രാവണക്കോട്ട എന്നറിയപ്പെടുന്ന സിഗിരിയ റോക്ക് ഫോറസ്റ്റ്, ബുദ്ധ ഗുഹാക്ഷേത്രമായ ദാംബുല എന്നിവയും കാണാൻ ഇവിടെ നിന്ന് പോകാം. കാൻഡിയിൽ ബൈക്കും സ്കൂട്ടിയും റെന്റിന് ലഭിക്കും. ടുക് ടുക് എന്ന് വിളിക്കുന്ന ഓട്ടോറിക്ഷയിലും സഞ്ചരിക്കാം. 2 ദിവസമെങ്കിലും കാൻഡിയിൽ തങ്ങാം. ശ്രീലങ്കൻ ഭക്ഷണം രുചിച്ചു നോക്കാൻ നിരവധി ബജറ്റ് ഫ്രണ്ട്ലി റെസ്റ്റോറൻറ്റുകൾ ഇവിടെയുണ്ട്. കാൻഡിയിൽ നിന്ന് നുവാര ഇലിയയിലേക്ക് പോകാം. ടാക്സിയും ബസ്സും ട്രെയിനും ലഭിക്കും. ശ്രീലങ്കയിലെ തേയിലത്തോട്ടങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന, മിക്കപ്പോഴും തണുത്ത കാലാവസ്ഥയുള്ള കൊളോണിയൽ ശൈലിയിൽ തുടരുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് നുവാര ഇലിയ. ഇവിടെ നിങ്ങൾക്ക് ബൈക്ക് റെന്റിനെടുത്ത് ഗ്രാമമാകെ കറങ്ങാം. 2 ദിവസം ഇവിടെ തങ്ങുന്നതും വേർത്താണ്. നുവാര ഇലിയയിൽ നിന്ന് ട്രെയിനിൽ എല്ലയിലേക്ക് പോകാം. 3-4 മണിക്കൂർ ട്രെയിൻ യാത്ര ഒരു പ്രത്യേക അനുഭവമാണ്. എല്ലയ്ക്കും ദമോദര റെയിൽവേ സ്റ്റേഷനും ഇടയിലെ കൊളോണിയൽക്കാരുടെ നിർമ്മിതിയായ 9 ആർക്ക് ബ്രിഡ്ജ് കാണാം. കുന്നിൻ പ്രദേശത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ബീച്ച് സൈഡിൽ വരണമെങ്കിൽ മെറീസ ബീച്ചാണ് ബെസ്റ്റ്. ഇവിടെ വെയിൽ വാച്ചിന് അവസരമുണ്ട്. ഒരാഴ്ചയെങ്കിലും വേണം ആസ്വദിച്ച് ശ്രീലങ്ക കാണാൻ. താമസ സ്ഥലങ്ങളെല്ലാം കുറഞ്ഞ നിരക്കിൽ ലഭിക്കും. ട്രെയിൻ സമയം നേരത്തെ അറിഞ്ഞ് ടിക്കറ്റ് എടുത്തു വെച്ചാൽ കുറേ സമയം ശ്രീലങ്കയിൽ ലാഭിക്കാനാവും. ബസ് യാത്ര താരതമ്യേന സമയമെടുക്കുന്നതാണ്. ഒഫീഷ്യൽ ശ്രീലങ്കൻ ETA സൈറ്റിൽ നിന്ന് വിസയ്ക്ക് അപേക്ഷിക്കുക. Booking.com, അഗോഡ പോലുള്ള ആപ്പുകൾ വഴി മുൻകൂർ പണം നൽകേണ്ടാത്ത സ്റ്റേകൾ ബുക്ക് ചെയ്യുക. നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഇടം ഇമിഗ്രേഷനിൽ കാണിക്കേണ്ടി വരും. ചിലപ്പോഴിത് ചോദിക്കാറുമില്ല. ഇന്ത്യൻ കറൻസി ശ്രീലങ്കൻ രൂപയാക്കി കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ ഇന്റർനാഷണൽ യൂസേജ് ഓണാക്കി ഉപയോഗിക്കാം. അപ്പോൾ ഹാപ്പി ജേണി.